അസ്സലാമലൈക്കും, വെൽക്കം ടു നിച്ചൂസ് കുക്ക് ബുക്ക്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇനി വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു കിടിലൻ ഫ്രൈഡ് റൈസ് റെസിപ്പി ആയിട്ടാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ ഫ്രൈഡ് റൈസ് ആണിത്. എന്തായാലും ഇത് ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 10-15 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണ്. പറഞ്ഞു പോറാക്കുന്നില്ല, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് 1.5 കപ്പ് ബസ്മതി റൈസ് നല്ലപോലെ കഴുകിയെടുത്ത് അരമണിക്കൂർ കുതിർത്ത് ഊറ്റിയെടുത്തതാണ്. 2 മുട്ട, 3/4 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, 1.5 ടീസ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ്, 1/2 കപ്പ് ക്യാബേജ് നീളത്തിലരിഞ്ഞത്, ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഇത് കുറച്ച് ചെമ്മീൻ, അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുത്തതാണ്. പാകത്തിനുള്ള ഉപ്പ്, സൺഫ്ലവർ ഓയിൽ. ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്മീൻ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 150 ഗ്രാം ചെമ്മീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ മക്കൾ ചെമ്മീൻ അധികം കഴിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. ചെമ്മീനൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേനും നമുക്ക് റൈസിന് വേണ്ട വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇത് ചെമ്മീൻ ഇല്ലാതെയും വെറും മുട്ട വെച്ചും ചെയ്യാം, ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. ഈ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. വീട്ടിൽ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ സെർവ് ചെയ്ത് തിളങ്ങാൻ പറ്റിയ ഒരു കിടിലൻ റൈസാണിത്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഈ ഓയിലിലേക്ക് തന്നെ മുട്ട ഒഴിച്ച് അല്പം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് ചിക്കിയെടുക്കാം. വൈറ്റ് പെപ്പർ ഇല്ലെങ്കിൽ സാദാ പെപ്പർ പൗഡർ ആയാലും മതി. മുട്ട റെഡി ആയിട്ടുണ്ട്, ഇതും പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതേ പാനിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് ഫ്രൈഡ് റൈസിന്റെ മസാല റെഡിയാക്കാം. ആദ്യം ചോപ്പ് ചെയ്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി, ബ്രൗൺ കളറൊന്നും ആകണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ ചേർത്ത് ഓവർ കുക്കൊന്നും ആവണ്ട, ഇതിൻ്റെ ക്രഞ്ചി ഫീൽ ഉണ്ടാവണം ഫ്രൈഡ് റൈസിന്. ഈ സമയത്ത് റൈസിന് വേണ്ട വെള്ളം ബോയിലായിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് ഈ റൈസ് മാത്രമേ ഫ്രൈഡ് റൈസും മന്തിയൊക്കെ ഉണ്ടാകുമ്പോൾ ശരിയാവാറുള്ളൂ. ഇതൊന്ന് 85% കുക്കായി വരണം. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാപ്സിക്കവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചക്കറികൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പച്ചക്കറിയെല്ലാം ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയനും സെലറിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസും ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയും സോയാ സോസും ഷെസ്വാൻ സോസും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഷെസ്വാൻ സോസ് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സോസാണ്. ഇത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഷെസ്വാൻ സോസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങാനും കിട്ടും. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മസാല റെഡി ആയിട്ടുണ്ട്. റൈസും കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ.
ഇനി നമുക്ക് മസാലയും റൈസും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് റൈസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, എന്നിട്ട് ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റിയും ഈസി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഫ്രൈഡ് റൈസ് ഇഷ്ടാവും. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഷെസ്വാൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.